ഇത്ര നാളും ഞാൻ എന്താ ഇതേപ്പറ്റി ആലോചിക്കാത്തെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. മല്ലി, ഉണ്ണിയപ്പം ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ലാത്ത എനിക്കെന്തോ ഇതെല്ലാം ശരിയാവുന്ന തോന്നുന്നു. ഞാൻ സന്ധി ചേച്ചിയോടും അമ്പിളി ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് എതിർപ്പില്ലെന്ന് മാത്രമല്ല, അമ്മയ്ക്ക് നമ്മളെക്കാളും ഉത്സാഹമാണ്. ഞാൻ പിന്നെ രാവിലെ പൂക്കച്ചവടം കഴിഞ്ഞാൽ എനിക്ക് സമയമുണ്ടല്ലോ, വെറുതെ ഇരിക്കുമല്ലേ. മല്ലി, എന്തേലുമൊക്കെ ഒരു ജോലി ചെയ്യണം, അതിന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ചെടുത്ത് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തന്നെ വലിയ കാര്യം. ചിന്തിച്ചു പോവടോ, എൻ്റെ അവസ്ഥ അതല്ലേ. നമുക്കും എന്തെങ്കിലുമൊക്കെ സാധിക്കണ്ടോ? വേണം, നമുക്കും എന്തെങ്കിലുമൊക്കെ സാധിക്കണം. പക്ഷെ മല്ലി, ഈ ഉണ്ണിയപ്പ ബിസിനസ്സൊക്കെ തുടങ്ങാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യം. അതിനൊക്കെ ഒരുപാട് കാശ്. ഞാനൊക്കെ ലോട്ടറി എടുത്ത് കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ വലിയ 2 കമ്പനി തുടങ്ങാനുള്ള കാശുണ്ടായി. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ കയ്യിലേ പോസ്റ്റ് ഓഫീസിൽ കുറച്ച് കാശുണ്ട്. കുറേ നാളുകൊണ്ട് കൂട്ടി വെച്ചതാ. ഒരു 10,000 ഉണ്ടാവും. നമുക്ക് വേണേൽ അതെടുക്കാം. 10,000 തികയത്തില്ല മോനെ. എനിക്ക് തങ്കമണി ചേച്ചിയുടെ ഒരു ചിട്ടിയുണ്ട്, അതൊന്ന് തരുമോന്ന് ചോദിച്ചു നോക്കട്ടെ. സന്ധി ചേച്ചിയും അമ്പിളി ചേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലേ? പിന്നല്ല, കഴിക്കും. തങ്കമണി ചേച്ചി, കൊണ്ടുവരാന്ന് പറഞ്ഞാ പോരാ, കൊണ്ടുവരണം. എന്താടി അമ്പിളി, ഇത് നേരത്തെ ആണല്ലോ, 5 മണി ആയിട്ടില്ലല്ലോ. നിങ്ങൾ ഇരിക്കണമെങ്കിൽ ഇരിക്കും, എനിക്ക് ഇച്ചിരി പണിയുണ്ട്. അല്ലെങ്കിൽ പോയിട്ട് വാ. മല്ലിയുടെ പൈസ കിട്ടിയില്ല. നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഇരിക്കേ, അല്ലെങ്കിൽ പോയിട്ടോ, എനിക്ക് ഇതിൽ പണിയുണ്ട് അടുക്കളയിൽ. നീയൊക്കെ എന്നെ കൊലക്ക് കൊടുക്കാൻ വന്നേക്കാണോ? നിനക്കൊന്നും അവളുമാരെ അറിയാത്തോണ്ടാണ്. അപ്പടി നീ പറഞ്ഞത് പറഞ്ഞു, ഇപ്പഴേ പറഞ്ഞേക്ക്. നിനക്കറിയാലോ, പണ്ടിരിക്കേണ്ട ആങ്ങളുടെ കല്യാണത്തിൽ ചിട്ടിമറിക്കാൻ നോക്കിട്ടെ ഈ ശാന്തി മുറ്റത്ത് കിടന്നെന്താ കാണിച്ചത് നിനക്കറിയാലോ. ആ ചേച്ചി, നമുക്ക് എല്ലാവരോടും സംസാരിക്കാം. നമുക്ക് ഓക്കെ ആണെങ്കിൽ പറ്റില്ലേ? അല്ലേ? ഞങ്ങൾ എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കാം. ഇന്നപ്പോ യുദ്ധം തന്നെ. എന്തിനീ ബാക്കി പെണ്ണുങ്ങളൊന്നും വരാൻ നേരമായില്ലേ? 5 മണിന്ന് പറഞ്ഞാൽ 7 മണിയാവും എല്ലാത്താനായിട്ട്. സമയത്തിന് വരിക. അതേ വരുന്നുണ്ട് 2 കുണുങ്ങി. ഓ, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. കൊറേ പേര് വന്നിട്ടുണ്ടെന്നാണ് തോന്നണേ. ഇനി കുറിയെങ്ങാനും ഇട്ട് കാണോ? അതെന്തോന്നിടല്ലേ, നമുക്ക് കാണണ്ടേ? എന്താ പിന്നെ
എന്താണ് തങ്കേച്ചിരുന്നു നേരത്തെ കുറിയിട്ടാ? അതേടി ഇട്ട് നിന്റെ കിട്ടിയ ഇത്തലിനടിച്ച് അവിടെ എങ്ങനെ മിണ്ടാതിരിക്കണമെങ്കിൽ ഇരിക്കടി അവളുമാരുടെയൊക്കെ ഒരു ഡയലോഗ്. അല്ല ഇതാരും മരിയ, നീ ഭയങ്കര ഫേമസ് ആയെന്നൊക്കെ കേട്ടല്ല. എന്താണ് വീട്ടിലൊക്കെ വന്നാണല്ലോ ആൾക്കാർ ഫോട്ടോ എടുക്കണം, ടിവിയിലൊക്കെ വരുമോ? നിനക്ക് എന്തിനാ കുറി? കുറെ കാശൊക്കെ കിട്ടുന്നുണ്ടല്ലോ. തങ്കേച്ചി ഇന്നെങ്ങാനും കുറി ഇടോ? കുറെ നേരം ആയല്ലേ ഇരിക്കണം. ആ ഇടുവല്ലേ, ആ ഇടുവല്ലേ. അല്ല തങ്കേച്ചി, ഇനി ആകെ 6-7 ചിട്ടിയും കൂടെ അല്ലേ ഉള്ളൂ. ഈ കുറിയെങ്കിലും വേണ്ട കാര്യമുള്ളൂ. സ്കൂളിൽ നാളത്തെ കഴിഞ്ഞ് ഫീസ് അടച്ചില്ലേ പിള്ളേർ സ്കൂളിൽ പോകില്ലെന്നാ പറയണം. പിന്നെ പൈസ ഇല്ലേ പിന്നെ എന്റെ മക്കൾ എന്തിനാണ് സ്കൂളിൽ വിട്ടത്? അത് കൊള്ളാം, എന്റെ പിള്ളേർ ഇംഗ്ലീഷ് പറയണ്ടേ? പിന്നെ എന്റെ വീട്ടിലൊരു ഇംഗ്ലീഷ് പറയണം. ആ അമ്മാവ വന്നല്ലോ, വാ വന്നിരിക്കി. കുറിയെടുക്കാനായിട്ട് എല്ലാരും എത്തിയ പെണ്ണുങ്ങളെ ഇതൊന്നും ഇരിക്കണമല്ലോ, ഇരിക്കാൻ സ്ഥലമൊന്നും ഇല്ലേ? ആ നമ്മ ഇങ്ങോട്ടിരുന്നു. അമ്മാമ്മേ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? വീട്ടിലെങ്ങാനും ഇരുന്നാ പോരായിരുന്നാ? ചിട്ടി അടിച്ചാ വിളിച്ചു പറയൂലേ? 4:45 ഇവളുമാരെയൊന്നും കണ്ടില്ലല്ല. തങ്കേച്ചി ചിട്ടിയിട്, ഉള്ളവരൊക്കെ മതി. എനിക്ക് കീർത്തനെ, നിനക്കൊക്കെ ഈ അയൽവക്കത്ത് കിടന്നിട്ട് ഇത്തിരി നേരത്തെ കാലത്തും വന്നു. ഓ തങ്കേച്ചിയുടെ 2ാം ഘട്ടല്ലേ നേരത്തെ വന്നിരിക്കാൻ. മതി മതി, വലിയ ഡയലോഗ് ഒന്നും അടിക്കാൻ നിൽക്കട്ടെ. വൈകി വന്നതും പോരാ, വന്നിരിക്കണമെങ്കിൽ വന്നിരിക്കടി. അപ്പനെ നിങ്ങളുടെ കല്യാണം പറയാൻ നടക്കണ ആള്. ചേച്ചി നമ്മൾ എന്ത് ചെയ്യും? ഇവന്മാര് കുറെ നേരം ആയല്ല പിറുപിറുക്കാന്നതായിട്ട്. എന്താടി നമ്മളെ ഒരു കള്ളത്തരം? ഒരു കള്ളത്തരവും ഇല്ല. ഇവളിങ്ങനെ പറയായിരുന്നു ചിട്ടി ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അത് അവൾക്ക് മാത്രല്ല, എല്ലാവർക്കും കാര്യങ്ങളുള്ളതാ. പിന്നെ പൈസ കൊടുത്തിട്ട് പേരിടണ്ടേ? ഞാൻ എന്തോന്ന് കാണാൻ വന്നതാ. നിനക്ക് 2 ചിട്ടിയില്ലേ, ഒരെണ്ണം നീ പിടിച്ചില്ലേ? മറ്റാർക്കെങ്കിലും കിട്ടിട്ടേ. എന്തോന്ന് വർത്താനടിയില്ലേ നീ പറയണ? എന്റെ പെര കിടക്കണം നീ കണ്ടതല്ലേ? ഈ മഴയ്ക്കെങ്കിൽ ആ കൂരൊന്നും മാറ്റിയില്ലെങ്കിൽ എന്റെ പിള്ളേരും കൂടെ ഞാൻ എവിടെ പോയി കിടക്കും? നിന്റെ വീട്ടിലോട്ട് വന്നാ മതിയാ. അതിനവള് മഴ വരും മുമ്പേ അവള് ക്യാമ്പിലെത്തും. അതെ, എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറയണേ. ചിട്ടി വീഴുമ്പോ എനിക്കൊരു 5000 രൂപ വേണം. എന്റെ ചിട്ടി വീഴുമ്പോ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇവിടെ മൊത്തം കിട്ടിയാൽ തരില്ല, പിന്നെ അപ്പോഴും അവളുടെ ഒരു പകുതി. ഞാൻ തരില്ല, ഇപ്പഴേ പറഞ്ഞേക്കാം. ചേച്ചി, എന്റെ കെട്ടിയാൻ മരിക്കുന്നതിന് കാലൊഴിഞ്ഞിട്ട് 2 മാസം ചോദിച്ചു. പൈസ എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാ. കഷ്ടപ്പാടിലാണ് ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പണിക്ക് പോയി തുടങ്ങിയതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ചോദിച്ചു പോയത്. ആരും വയ്യാതെ നടക്കണം. ഞാൻ നിന്റെ ഏട്ടൻ ബീവറായിട്ട് 2 കാലം കൊണ്ട് ഓടിപ്പം ഞാൻ കണ്ടതായിരുന്നല്ലോ. അതല്ലേ ചേച്ചി പറഞ്ഞ പോയി തുടങ്ങിയതേ ഉള്ളൂ. ആഹാ, അയാൾക്ക് ഇപ്പൊ ബീവറേജിലാണോ പണി? എപ്പൊ PSC എഴുതി? ഭർത്താക്കന്മാർ കൊണ്ടുപോയി. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ചിട്ടിയിലൊക്കെ പേരുകൾ വിളിക്കാൻ പോവാണേ. കീർത്തന, ബീന, മല്ലി, അമ്പിളി, ലതിക, ത്രേസ്യാമ്മ, സജീന. ഇടട്ടെ? തങ്കേ, കുറച്ച് താമസിച്ചു പോയിടി. വീട്ടില് കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. ശാന്തി ചേച്ചി, ചേച്ചിയുടെ ചിട്ടി പൈസ കിട്ടിയില്ലല്ലോ. അയ്യോ, മറന്നുപോയി മോളെ, ഒന്നും അങ്ങോട്ട് കൊടുത്തു. തങ്കേ, ഒരു 10 രൂപ അതിൽ കുറവുണ്ട്. അടുത്ത പ്രാവശ്യം തീർത്തു തരാം. ഓ, വലിയ കഷ്ടം തന്നെ ചേച്ചി. ഒന്ന് ഇട്ടേരാ എന്റെ കുറേ. അതെ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ചിട്ടി ഇപ്പൊ ഇടണോ? ഞാനൊരു ഫ്രിഡ്ജ് നോക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പൈസയും കൂടെ വേണം വാങ്ങിക്കാൻ. അപ്പൊ ഞാൻ ഈ ചിട്ടി എടുത്തോട്ടെ. എന്നിട്ട് എന്നാ കുറിയിടണ്ട, ചേച്ചി കാശ് കൊണ്ടുവയ്ക്കും. അതല്ലേ എളുപ്പം. ചേച്ചി എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇതുപോലെ പലരും വന്നിട്ട് ചോദിക്കുന്നുണ്ട്. കുറി ഇടും അടിച്ച ചേച്ചിക്ക്, അല്ലാത്ത ഒരു പരിപാടിക്ക് തങ്കമണി നിൽക്കൂല. എനിക്ക് എന്നാ വിശ്വാസമായിരുന്നു.
ആരാണ് കുടി എടുക്കണേ? ത്രേസ്യാമ്മ. വെറുതെ ആയി. ഭാഗ്യവതി. ചുമ്മാ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പോവുക. മല്ലി മല്ലി എടി മല്ലി ഇത് മല്ലി ഒന്ന് നിന്നേ. മല്ലി അവിടെ നിക്ക്. മല്ലി നീ എവിടെ ധൃതി പിടിച്ച് പോകുന്നത്? ഒരു കുറിയുടെ കിട്ടാത്തോണ്ടാ നീ പോകുന്നത്? നീ ഇങ്ങനെ വിഷമിക്കാ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കി. ഈ ചിട്ടി ഇതല്ലെങ്കിൽ വേറൊരു കാര്യം. എന്ത് വഴി? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന്. എനിക്കറിയത്തില്ല ഇതല്ലാണ്ട് വേറെ വഴിയൊന്നും. ഇവളിത് എങ്ങോട്ടാ പോന്നെ? എനിക്ക് എങ്ങനെ അറിയാം എങ്ങോട്ടാ പോന്നേന്ന്? ഇവള് ത്രേസ്യാമ്മയുടെ എന്ത് പറയാൻ പോവോ? എന്ത് പറയാനും? എന്തായിരിക്കും അവര് പറയുന്നേ? ഞാൻ ഇവിടെ അല്ലേ നിക്കുന്നത്, പിന്നെ എങ്ങനെ ഞാൻ അറിയുന്നത്? ചുറ്റി കഴിയുമ്പോൾ പിന്നെ എനിക്ക് 2000 രൂപ മരുന്ന് വാങ്ങണം. കിട്ടിയാ? എങ്ങനെ തന്നു? വീട്ടിലോട്ട് പോട്ടെ. ശരി. ഹലോ ഹലോ മണി, നമുക്ക് ചിട്ടി അടിച്ചടോ? ഏ ആ നമ്മൾ ജയിച്ചടോ. ആണോ? ശരി. ആ ശരി.